ഇന്ത്യ റിലയൻസ്, അദാനി തുടങ്ങിയ കുത്തകകളുടെ നിയന്ത്രണത്തിലുള്ള കാലഹരണപ്പെട്ട സാമ്പത്തിക ചിന്തയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി. നാഗാലാൻഡിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായുള്ള തന്റെ ആശയങ്ങളെക്കുറിച്ചുള്ള വീഡിയോയ്ക്കൊപ്പമാണ് രാഹുൽ ഗാന്ധി ഈ പരാമർശം ഉന്നയിച്ചത്. ലോകം ഒരു പുതിയ ഊർജ്ജ സംവിധാനത്തിലേക്ക് മാറുകയാണ്. അവിടെ ഇലക്ട്രിക് മോട്ടോറുകൾ, ബാറ്ററികൾ, ഒപ്റ്റിക്സ് എന്നിവ ഏറ്റവും നിർണായക സാങ്കേതിക വിദ്യകളായിരിക്കും. എന്നിട്ടും ഇന്ത്യ റിലയൻസ്, അദാനി തുടങ്ങിയ കുത്തകകളുടെ നിയന്ത്രണത്തിലുള്ള കാലഹരണപ്പെട്ട സാമ്പത്തിക ചിന്തയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മുടെ നയങ്ങൾ എപ്പോഴും ഫോസിൽ ഇന്ധനങ്ങളെ അനുകൂലിക്കുന്നു. അതേസമയം ചൈനയും US-ഉം ഇലക്ട്രിക് വാഹനങ്ങൾ, AI, ബാറ്ററി സാങ്കേതിക വിദ്യ എന്നിവയിൽ മുന്നേറുന്നു എന്നും കോൺഗ്രസ് നേതാവ് പറഞ്ഞു. ഇത് വെറും ഒരു സാമ്പത്തിക മാറ്റമല്ല, ഇതൊരു പവർ ഷിഫ്റ്റ് ആണ്. ഉദാഹരണത്തിന് കാറുകൾ എടുക്കുക. പരമ്പരാഗത എഞ്ചിനുകൾ കേന്ദ്രീകൃത ഊർജ്ജ സ്രോതസ്സുകളാണ്. എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ വൈദ്യുതി വികേന്ദ്രീകൃതമാണ്. ബാറ്ററികളും മോട്ടോറുകളും മുഴുവൻ രൂപകൽപ്പനയും പുനർനിർമ്മിക്കുന്നു. ഊർജ്ജത്തിനും വ്യവസായത്തിനും ഇത് തന്നെയാണ് സംഭവിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ബിസിനസ്സിലായാലും സർക്കാരിലായാലും അധികാരം ഇനി ഏതാനും ചിലരുടെ കൈകളിൽ കേന്ദ്രീകരിക്കപ്പെടാതെ വരുമ്പോൾ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ, രാഷ്ട്രീയം, യുദ്ധത്തിന്റെ സ്വഭാവം പോലും എല്ലാം പരിവർത്തനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു.